കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പേ ഉള്ളതാണ് ഇതൊക്കെ. അപ്പോൾ അതിന് രൂപാന്തരം ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കണമല്ലോ. അതോ അന്നോടുകൂടെ കഴിഞ്ഞോ? മനുഷ്യനുണ്ടായി കഴിഞ്ഞപ്പോഴത്തേക്ക് പരിണാമം എല്ലാം അങ്ങ് തീർന്നു. ഏവർക്കും സ്നേഹവന്ദനം. ഈ അടുത്ത സമയത്ത് അയൻ ഹിരീഷ് അലിയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. അവർ നടത്തിയായിട്ടുള്ള ഒരു വലിയ സംവാദം എന്ന് നമുക്ക് അതിനെ വിളിക്കാൻ പറ്റില്ല, ഒരു ഇൻ്റർവ്യൂ ആണ് അയൻ ഹിരീഷ് അലി നടത്തിയത്. വൈ ഐ കൺവേർട്ടഡ് ടു ക്രിസ്ത്യാനിറ്റി എന്നുള്ള മനോഹരമായ ഒരു ടോക്ക്. അത് കുറച്ച് അടുത്ത സമയത്താണ്. അതിന് കുറച്ച് നാളുകൾക്ക് മുമ്പ് ഇന്ന് ലോകത്തിലെ നവനാസ്തികരുടെ ദൈവമായിട്ട് അറിയപ്പെടുന്ന റിച്ചാർഡ് ഡോങ്കിൻസിൻ്റെ പുസ്തകമൊക്കെ നിങ്ങൾക്കറിയാമല്ലോ. അതാണ് നമ്മുടെ RC രവിചന്ദ്രൻ സാറ് പരിഭാഷപ്പെടുത്തുകയൊക്കെ ചെയ്ത് ഗോഡ് ഡെലൂഷൻ എന്ന് പറയുന്നതായിട്ടുള്ള ഒരു പുസ്തകം. അതിനെയാണ് അദ്ദേഹം മലയാളത്തിലേക്കൊക്കെ പരിഭാഷപ്പെടുത്തി. അപ്പം ഈ അയൻ ഹിരീഷ് അലി അവർ എന്തുകൊണ്ട് ക്രിസ്ത്യ വിശ്വാസത്തിലേക്ക് വന്നു? അവരൊരു ഇസ്ലാമിക തീവ്രവാദ പ്രസ്ഥാനമായിരിക്കുന്ന ബ്രദർഹുഡിൻ്റെ ഭാഗമായിരുന്നു. അതിനുശേഷം നവനാസ്തിക പ്രവർത്തനങ്ങളിൽ സജീവമായിട്ട് പ്രവർത്തിക്കുകയും റിച്ചാർഡ് ഡോങ്കിൻസിൻ്റെ ശിക്ഷയായി തന്നെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ന്യൂ ഏത്തിസത്തെ പ്രചരിപ്പിക്കാൻ വേണ്ടി ഒരുപാട് അധ്വാനിക്കുകയും ചെയ്ത വ്യക്തിയാണ്. എന്നാൽ ഈ അടുത്ത സമയത്ത് അവർ യേശു ക്രിസ്തുവിനെ കർത്താവായിട്ട് അംഗീകരിച്ചു. അതിൻ്റെ കാരണങ്ങളെക്കുറിച്ച് അവരെ പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ പിന്നീടൊരു വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. എന്നാൽ ഇന്ന് അവർ പറഞ്ഞ കാര്യങ്ങളും ഇന്നത്തെ നവനാസ്തികരായിട്ടുള്ള ആളുകളുടെ വാദങ്ങളും എല്ലാം കൂടെ എടുത്തുകൊണ്ട് നമ്മൾ ചില കാര്യങ്ങൾ ചിന്തിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഈ അടുത്ത സമയത്ത് ബഹുമാനപ്പെട്ട രവീന്ദ്രൻ മാസ്റ്ററെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞായിട്ടുള്ള വങ്കത്തരങ്ങളെക്കുറിച്ചുള്ള ചില വീഡിയോകൾ കണ്ടിട്ട് അയർലൻഡിൽ നിന്നൊക്കെ ചില സഹോദരങ്ങൾ ചില മെസ്സേജുകളൊക്കെ ഇട്ടു. അതിനകത്ത് ഒരു നവനാസ്തികനായി അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നതായിട്ടുള്ള വ്യക്തി, അദ്ദേഹത്തിൻ്റെ പേരൊന്നും പറഞ്ഞ് അദ്ദേഹത്തെ പ്രസിദ്ധനാക്കാൻ ആഗ്രഹിക്കുന്നില്ല. അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ വാദങ്ങളൊക്കെ കേട്ടു, നിങ്ങളുമായിട്ടൊരു ഡിബേറ്റിന് തയ്യാറാണ്. ഈ പറഞ്ഞ വ്യക്തി തന്നെയാണ് രവിചന്ദ്രനുമായിട്ടൊരു ഡിബേറ്റ് നടത്താൻ തയ്യാറാണോ എന്ന് ചോദിച്ച് അന്ന് എഗ്രിമെൻ്റൊക്കെ ഇടിയിച്ചത് ആ വ്യക്തിയാണ്. ഇപ്പം അദ്ദേഹത്തിന് എങ്ങനെയെങ്കിലും ഒന്ന് നമ്മുടെ കേരളത്തിലൊന്ന് പ്രസിദ്ധനാകണമെന്നുള്ളൊരു ചിന്തയൊക്കെ ഉണ്ട്. ഏതായാലും നിൽക്കട്ടെ, അതല്ല നമ്മുടെ വാദം. നമ്മുടെ വാദം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള നവനാസ്തികതയുടെ കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. ചില സമയത്ത് ആളുകളെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഈ കാണുന്ന എല്ലാ പ്രപഞ്ചവും, ഇന്നത്തെ നമ്മുടെ ഈ കാണുന്ന എല്ലാ പ്രപഞ്ചവും സ്വാഭാവികമായിട്ടുണ്ടായതാണ്, ഇതിൻ്റെ പിന്നിൽ ഒരു സൃഷ്ടികർത്താവില്ല എന്നുള്ളതാണ്. എന്നാൽ വിശുദ്ധ ബൈബിളിൽ തനാക്കിനകത്ത് മനോഹരമായ ഒരു സങ്കീർത്തനമുണ്ട്, 19-ാം സങ്കീർത്തനം എന്ന് പറയും. ആ സങ്കീർത്തനത്തിൽ ദ ഹെവൻ ഡിക്ലെയർസ് ദ ഗ്ലോറി ഓഫ് ഗോഡ്, ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് മനോഹരമായ ആ സങ്കീർത്തനം ആരംഭിക്കുന്നത്. അപ്പം ഈ കാണുന്ന പ്രപഞ്ചം ഇതെന്താണ് വാസ്തവത്തിൽ, ഇത് ആരുടെ ഉൽപ്പന്നമാണ്, ആരാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്, ആ കാര്യങ്ങളെക്കുറിച്ച് തനാക്കിനകത്ത് വളരെ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ നവനാസ്തികരായിട്ടുള്ള ആളുകൾ വളരെ കൃത്യമായിട്ട് പറയുന്നത് പരിണാമവാദമാണ്, എവല്യൂഷനാണ് ഇതിൻ്റെ എല്ലാം പിന്നിൽ ഉള്ളത്. അത് സത്യമാണോ എന്നാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ പ്രഭാഷണത്തിൻ്റെ ഉദ്ദേശം തന്നെ ഇത് ഈ പറയുന്നതായിട്ടുള്ള പരിണാമവാദം ശാസ്ത്രീയമായിട്ട് തെളിയിക്കപ്പെട്ടിരിക്കുന്നതാണ്, സയൻറ്റിഫിക്കലി ഈസ് ഇറ്റ് പ്രൂവ്ഡ് എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്നത്. പല സന്ദർഭത്തിലും വിദ്യാഭ്യാസ രംഗത്തൊക്കെ നിൽക്കുന്നതായിട്ടുള്ള ഒരുപാട് ആളുകൾ അവരൊക്കെ തുറന്ന മനസ്സുള്ളവരാണ് എന്നൊക്കെ പറഞ്ഞാലും വാസ്തവത്തിൽ തുറന്നൊരു മനസ്സോടുകൂടെ തന്നെയാണോ ഇത് ചിന്തിക്കുന്നത്? അവർ പറയുന്ന കോടിക്കണക്കിന് വർഷങ്ങളെക്കുറിച്ചൊക്കെ കേൾക്കുമ്പോൾ അവരുടെ വിശ്വാസം എത്ര വലുതാണെന്നാണ് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുള്ളത്. ഈ കാണുന്ന പ്രപഞ്ചമൊക്കെ കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പേ ഉണ്ടായതാണെന്ന് അവർക്ക് മാത്രമേ വിശ്വസിക്കാൻ കഴിയുള്ളൂ. നമ്മളെപ്പോലുള്ള ആളുകൾക്ക് അത്ര വിശ്വാസമില്ല എന്നുള്ളതാണ് വാസ്തവത്തിൽ അതിൻ്റെ ശരിയായ കാര്യം. ഈ ദൈവവിശ്വാസമില്ലെന്ന് പറയുന്ന, അല്ലെങ്കിൽ ദൈവമില്ല, ഇതൊക്കെ തനിയെ ഉണ്ടായി എന്ന് പറയുന്ന ആളുകളാണ് ലോകത്തിലെ ഏറ്റവും വലിയ വിശ്വാസികൾ എന്നുള്ളത് ഓർത്തോണം. കാരണം അവരാരും തന്നെ ഇതിൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ച് കൃത്യമായൊരു പഠനം നടത്തി അതിനകത്ത് ശാസ്ത്രീയമായിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ ശരിയാണോ എന്ന് പഠിച്ചിട്ടല്ല, മറിച്ച് ആരോ അവരുടെ തലച്ചോറിനകത്ത് കുത്തിച്ചൊലുത്തി വെച്ചിരിക്കുന്ന കാര്യങ്ങളെ കേട്ടിട്ട് ഇത് ശരിയായിരിക്കുമെന്ന് വിശ്വസിക്കുന്നവരാണ്. അതാണ് അതിനകത്തെ ഏറ്റവും വലിയ രസാവകമായ കാര്യം. അപ്പോൾ നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്നത് ഈ പറയുന്നതായിട്ടുള്ള പരിണാമവാദം തെളിയിക്കപ്പെട്ടിട്ടുള്ള ഒരു വസ്തുതയാണോ എന്ന് ചർച്ച ചെയ്യുകയാണ്. മനസ്സിലായില്ലേ? അപ്പോൾ പരിണാമവാദമാണോ സൃഷ്ടിവാദമാണോ ശരി എന്ന് തീരുമാനിക്കുവാൻ
പരിണാമവാദത്തെയും സൃഷ്ടിവാദത്തെയും പിന്താങ്ങുന്ന തെളിവുകളെ സൂക്ഷ്മമായും സത്യസന്ധമായിട്ട് നമ്മൾ പരിഗണിക്കേണ്ടതാണ്. ഇതാണ് നമ്മുടെ ചിന്ത. അതായത് ഈ പരിണാമവാദികളായിട്ടുള്ള ആളുകൾ പറയുന്നതും സൃഷ്ടിവാദികളായിട്ടുള്ള ആളുകൾ പറയുന്നതും അത് രണ്ടും നമ്മൾ സൂക്ഷ്മമായിട്ട് പരിശോധിക്കാനായിട്ട് സന്നദ്ധരാണ്. സത്യസന്ധത നമ്മൾ കാണിക്കണം. എന്നാൽ വളരെ സങ്കടകരമായിട്ട് പറയട്ടെ, ഉൽപ്പത്തിയെ പറ്റിയുള്ള അല്ലെങ്കിൽ ഒറിജിനെ പറ്റിയുള്ള ഏത് സിദ്ധാന്തമാണ് ശരിയെന്ന് തീരുമാനിക്കുന്ന ഘടകം പൊങ്ങച്ചം നിറഞ്ഞ അവകാശവാദങ്ങളിൽ ആയിരിക്കരുത്. മറിച്ച് സുദൃഢമായിട്ടുള്ള തെളിവുകളായിരിക്കണം അവ മുന്നോട്ട് നയിക്കേണ്ടത്. അപ്പോൾ രണ്ട് വാദങ്ങളും ശരിയായിരിക്കുക എന്നതുള്ളത് ഒരിക്കലും സാധ്യമല്ല. ഒന്നുകിൽ പരിണാമവാദമായിരിക്കും, അല്ലെങ്കിൽ സൃഷ്ടിവാദമായിരിക്കും ശരി. ഇത് രണ്ടും കൂടെ ശരിയാകാൻ പറ്റുകയല്ലോ. അപ്പോൾ സത്യത്തിനും നമുക്കറിയാവുന്ന പോലെ സത്യത്തിന് പ്രകാശത്തെ ഭയപ്പെടേണ്ട ആവശ്യമില്ല. സത്യം പറയുന്ന സമയത്ത് നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. അതൊരു തുറന്ന മനസ്സുള്ള എല്ലാ ജനങ്ങൾക്കും സൂക്ഷ്മമായി പരിശോധന ചെയ്ത് ഇതിനകത്ത് ശരിയേത് തെറ്റേത് എന്ന് ചിന്തിക്കാവുന്നേ ഉള്ളൂ. നമ്മുടെ വായിച്ചറിവുകൾ മാത്രം പോരാ, നമ്മൾ അതിനകത്ത് കൃത്യമായി നമ്മുടെ തലച്ചോറ് ഉപയോഗിക്കണം. എന്നിട്ട് ഇതിനകത്ത് ശരിയേത് എന്ന് ചിന്തിക്കാനുള്ള ഒരു ബോധ മനസ്സും കൂടെ നമുക്കുണ്ടാകണം. പലപ്പോഴും ഈ തുറന്ന മനസ്സുള്ളവരാണ് ഇങ്ങനെ ചിന്തിക്കുന്നത് എന്നൊക്കെ അവകാശവാദം മുഴക്കുന്നുണ്ടെങ്കിലും അനേകരും തങ്ങളുടെ മുൻപിൽ നിരത്തപ്പെടുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തെ ശരിയായ പരിശോധന നടത്താതെ തങ്ങളുടെ മനസ്സുകളെ അടച്ചു വെച്ചുകൊണ്ട് ഏതെങ്കിലും ഒന്നിലങ്ങ് അവരുടെ മനസ്സുറപ്പിക്കുകയാണ്. അവിടെയാണ് നമ്മൾ ശരിയായ ഒരു തീരുമാനം ചിന്തിക്കേണ്ടത് അല്ലെങ്കിൽ എടുക്കേണ്ടത്. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളുടെ വെളിച്ചത്തിൽ പരിണാമം ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട വസ്തുതയാണ് എന്നും അങ്ങനെ തന്നെയാണ് എന്ന് വിശ്വസിക്കുന്ന ആളുകൾ, അപ്പോൾ ആ വിശ്വസിക്കുന്ന ആളുകൾ പറഞ്ഞിട്ടുള്ള നിരവധി പ്രസ്താവനകൾ അത് നമുക്കൊന്ന് സൂക്ഷ്മമായിട്ട് പരിശോധിക്കാം. അതിലേക്ക് നിങ്ങളെല്ലാവരെയും ക്ഷണിക്കുകയാണ്. അപ്പോൾ പരിണാമം ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുള്ള ഒരു വസ്തുതയാണ്. പരിണാമവാദികളുടെ ഈ അവകാശത്തെ പറ്റി ഗ്ലെൻ ഡിക്കർസൺ എന്ന് പറയുന്നതായിട്ടുള്ള വ്യക്തി, അദ്ദേഹം പറഞ്ഞിരിക്കുന്ന പുസ്തകം ഇതാണ്. റെനെ ഡുനെഹൗസ്, അമേരിക്കൻ സയൻറ്റിസ്റ്റ്. അതിനകത്ത് 1965 മാർച്ച് മാസത്തിൽ പ്രസിദ്ധീകരിച്ച ഒരു പുസ്തകമാണ്. അപ്പം അതിനകത്ത് അദ്ദേഹം ഇങ്ങനെയാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ അവകാശവാദം, പരിണാമവാദം സത്യമെന്ന രീതിയിൽ പ്രചരിപ്പിക്കപ്പെടുന്നുണ്ടെങ്കിലും പരിണാമം എന്ന പദം ചില കാര്യങ്ങളെ സൂചിപ്പിക്കുന്നവയാണ്. അത് പൊതുവായിട്ട് ഉപയോഗിക്കുന്ന ഒരു പദമാണ് എവല്യൂഷൻ എന്നുള്ളത്, അല്ലെങ്കിൽ പരിണാമം എന്നുള്ളത് പൊതുവായിട്ട് ഉപയോഗിക്കുന്നതാണ്. ഒന്ന്, പ്രപഞ്ചത്തിൻ്റെ വളർച്ച അല്ലെങ്കിൽ ഉൽപ്പത്തിക്ക് ആധാരമായ ആദ്യ വസ്തുക്കൾ എവിടെ നിന്നും ഉണ്ടായി എന്നോ എങ്ങനെ ഉണ്ടായി എന്നോ പറയുന്നില്ല. അപ്പം ഈ പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തിക്ക് ഒരു കണികയെങ്കിലും ഉണ്ടാകണമല്ലോ, ഒരാറ്റമെങ്കിലും ഉണ്ടാകണമല്ലോ. അതെവിടെ നിന്നുണ്ടായി എന്നുള്ളത് അത്തരക്കാർക്ക് അറിയില്ല. അവർ പറയും അതെങ്ങനെ ഉണ്ടായി, വായു എങ്ങനെ ഉണ്ടായി, അല്ലെങ്കിൽ ഗ്യാസ് എങ്ങനെയൊക്കെ ഉണ്ടായി എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയല്ലാതെ അതിൻ്റെ ഒറിജിൻ എവിടെ നിന്നാണെന്ന് പറയാൻ അവർക്ക് കഴിയില്ല. അത് പറയാത്തിടത്തോളം കാലം, അതിനൊരു തെളിവില്ലാത്തിടത്തോളം കാലം പരിണാമവാദത്തെ നമുക്ക് അസിറ്റീസ് അവർ പറയുന്ന രീതിയിൽ അംഗീകരിക്കാൻ കഴിയില്ലെന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ വാദം. രണ്ടാമത്, നിർജീവ വസ്തുക്കൾ ജൈവ വസ്തുക്കളായും ഏകകോശ അണുപ്രാണി മനുഷ്യനുമായുള്ള പരിണാമം, മനുഷ്യനായിട്ട് മാറിയായിട്ടുള്ള പരിണാമം, അതായത് നിർജീവ വസ്തു ജൈവ വസ്തുവായത് എങ്ങനെയെന്നോ അപ്രകാരമുണ്ടായ ഏകകോശ അണുപ്രാണി മനുഷ്യനായി പരിണമിച്ചത് എങ്ങനെയാണെന്നോ ഈ പരിണാമവാദികൾക്ക് പറഞ്ഞു തരാൻ കഴിയുകയില്ല. അവർ പറയും ഇതങ്ങനെ ഉണ്ടായി, മാറ്റം സംഭവിച്ചു, മ്യൂട്ടിലേഷൻ ഉണ്ടായി, അങ്ങനെ ഉണ്ടായി, എങ്ങനെ ഉണ്ടായി, അതിനെക്കുറിച്ച് പറയാൻ അവർക്ക് കഴിയുകയില്ല. ഇനിയിപ്പോൾ നോക്കിയോ, ഇതിൻ്റെ പിന്നാമ്പുറത്ത് അവർ വന്നിട്ട് കമൻ്റ് ഇടാൻ പോകുന്ന എന്തൊക്കെയായിരിക്കും അറിയാം. 10ാം ക്ലാസ്സിലെ പാഠ്യപുസ്തകം നോക്ക്, 12ാം ക്ലാസ്സിലെ എൻ്റെ പൊന്ന് സാറേ, നിങ്ങൾ എഴുതി വച്ചിരിക്കുന്നതല്ലേ ഇത്, നിങ്ങളെപ്പോലുള്ള ആളുകൾ എഴുതി വച്ചിരിക്കുന്നതാണ്. പക്ഷേ അതിന് സയൻറ്റിഫിക്കലി ദർ ഇസ് നോ പ്രൂഫ്, ശാസ്ത്രീയമായിട്ട് തെളിയിക്കപ്പെട്ടിട്ടില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ വാദം.
അതാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ പരിണാമം എന്ന മാറ്റങ്ങളുടെ ഇടയിൽ ആ ഏകകോശ അണുപ്രാണി ആ മാറ്റങ്ങളെ അതിജീവിച്ചത് എങ്ങനെയെന്നോ ശാസ്ത്രീയമായ ഒരു തെളിവും ഇതുവരെ നൽകപ്പെട്ടിട്ടില്ല എന്ന് അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറയുന്നു. മൂന്നാമതായിട്ട്, ജന്തുക്കളിൽ അവ വസിക്കുന്ന സാഹചര്യങ്ങൾക്കനുസരണമായി ഉണ്ടാകുന്ന അല്പാൽപമായ വ്യതിയാനങ്ങളും അനുരൂപീകരണങ്ങളും. ഉദാഹരണമായിട്ട് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് ഈച്ചകൾക്ക് വിവിധ സാഹചര്യങ്ങൾ ഉണ്ടാകുന്ന ചെറിയ മാറ്റങ്ങൾ, പക്ഷേ അവയെല്ലാം ഈച്ചകളായി തന്നെ ഇരിക്കുന്നു. ചെറിയ ഈച്ച കുറച്ചുകൂടെ വലിയ ഈച്ചയാവും. അങ്ങനെ ഈച്ച ഈച്ചയായിട്ട് മാറുമല്ല, ഈച്ച പൂച്ചയാകത്തില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പം മേൽപ്പറഞ്ഞ 3 കാര്യങ്ങളിൽ മൂന്നാമത്തേത് സത്യമാകിയാൽ ഒന്നാമത്തേതും രണ്ടാമത്തേതും സത്യമായിരിക്കണമെന്ന് പറയുന്നത് മൗഢ്യമല്ലേ? അദ്ദേഹത്തിൻ്റെ വാദമാണ്. അപ്പം 100 കണക്കിന് ശാസ്ത്രജ്ഞന്മാരും 1000കണക്കിന് അധ്യാപകന്മാരും പരിണാമം ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട ഒരു വസ്തുതയാണെന്ന് വിശ്വസിക്കുമ്പോൾ, അത് വിശ്വാസമാണ്, അങ്ങനെ വിശ്വസിക്കുമ്പോൾ റോക്ക് ഫെല്ലർ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഡോക്ടർ നിഡുബോസ് അദ്ദേഹം ഇങ്ങനെ പറയുകയാണ്: പ്രപഞ്ചത്തിലുള്ളതെല്ലാം പരിണാമത്താൽ ഉളവായതാണെന്നും ഇപ്പോഴും പരിണമിച്ചു കൊണ്ടിരിക്കുന്നു എന്നും ഏറ്റവും അറിവുള്ളവർ അംഗീകരിക്കുന്നു. അതിലൊന്ന് വിസ്കോൻസിൻ സർവകലാശാലയിലെ വില്യം ഓവൽസ് ഇങ്ങനെയാണ് അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്: പരിണാമം എന്നതും ദഹനം പോലെയുള്ള ഒരു വസ്തുതയാണ്. 2, വില്യം പാറൻ അല്ലെങ്കിൽ ഡാർട്ട് മൗത്ത് അദ്ദേഹം ഇങ്ങനെയാണ് അതിനെക്കുറിച്ച് പറയുന്നത്: പരിണാമം എന്നത് വളരെ കാലം മുമ്പ് തന്നെ ശാസ്ത്രീയമായ ഒരു വാദപ്രതിവാദം എന്ന സ്ഥാനത്ത് നിന്ന് ജയിച്ച് വെളിയിൽ വന്നു കഴിഞ്ഞു. അപ്പം ഈ വിഷയത്തിൽ ശാസ്ത്രീയമായ അഭിപ്രായം മിക്കവാറും ഏക അഭിപ്രായം തന്നെയാണ്. അത് നമുക്കറിയാവുന്ന ഒരു വലിയ സത്യമാണെന്നത് കൃത്യമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രസ്താവനകൾ എന്താണ് തെളിയിക്കുന്നത്? എന്താണ് ഈ തരത്തിലുള്ള പ്രസ്താവനകൾ കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? പരിണാമം ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട ഒരു വസ്തുതയാണെന്ന് ഈ പ്രസ്താവനകൾ തെളിയിക്കുന്നില്ല എന്നുള്ളതാണ്. അവർ പറഞ്ഞ ഈ പ്രസ്താവനകൾ കൊണ്ട് ഇത് ശാസ്ത്രീയമായി തെളിയിച്ചൊന്നുമില്ല, അത് അവരുടെ നിഗമനങ്ങളിൽ നിന്ന് അവർ പറഞ്ഞിരിക്കുന്നതാണ്. അപ്പം ഈ വാദഗതിയുടെ 2 ഭാഗത്തുള്ളവരും ഉന്നയിക്കുന്ന അവകാശവാദങ്ങൾ പരീക്ഷണങ്ങളാൽ ശരിയെന്ന് തെളിയിക്കാവുന്ന ശാസ്ത്രീയ തെളിവുകളാലും തെറ്റ് എന്ന് തെളിയിക്കാവുന്ന ശാസ്ത്രീയ തെളിവുകളാലും പിന്താങ്ങപ്പെടേണ്ടതാണെന്ന് പരിണാമവാദത്തെ തിരസ്കരിച്ചുകൊണ്ട് അവർ മാത്രമല്ല, സൃഷ്ടിവാദക്കാരോട് ചേരുവാൻ കൂട്ടാക്കാത്ത മറ്റനേക ശാസ്ത്രജ്ഞന്മാരും പരിണാമം തെളിയിക്കപ്പെട്ട ഒരു ശാസ്ത്രീയ വസ്തുതയല്ല എന്ന് പറയുന്നു. ക്ലിയറായല്ലോ? അപ്പോൾ ഇതൊരു ശാസ്ത്രീയ വസ്തുതയല്ല, സ്യൂഡോ സയൻസ് ആണ്, ഒറ്റ വാക്കിൽ പറഞ്ഞാൽ. ഉദാഹരണമായി പരിണാമവാദികളുടെ പ്രധാന നേതാക്കളിൽ ഒരാളായ തിയോഡോഷ്യസ് ഡോബ് ഷാൻസ്കി അദ്ദേഹം പറഞ്ഞു: ജന്തുശാസ്ത്ര സംബന്ധമായ പരിണാമവാദം ജന്തുശാസ്ത്രജ്ഞന്മാരുടെ ഇടയിലോ ഉൽപ്പത്തി ശാസ്ത്രജ്ഞന്മാരുടെ ഇടയിലോ പരക്കെ അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുന്നത് തെറ്റായിരിക്കും. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പോൾ സ്മിത്ത് സോണിയൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ അറിയപ്പെട്ട ജന്തുശാസ്ത്രജ്ഞനായ ഡോക്ടർ ആസ്റ്റിൻ എച്ച് ക്ലർക്ക് അദ്ദേഹം ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്: മനുഷ്യൻ താണജാതിയിലുള്ള ജീവജാലങ്ങളിൽ നിന്ന് പടിപടിയായി പരിണമിച്ചുണ്ടായി എന്നതിന് ഒരു തെളിവുമില്ല. മനുഷ്യര് താണജാതിയിലുള്ള ജീവജാലങ്ങളിൽ നിന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ഒരു അമീബയിൽ നിന്ന് അതിങ്ങനെ രൂപാന്തരപ്പെട്ട് ലക്ഷോപലക്ഷം വർഷങ്ങൾക്ക് ശേഷം മറ്റൊന്നായി പരിണമിച്ച് അവിടുന്ന് മറ്റൊന്നായി പരിണമിച്ച് അവിടുന്ന് പിന്നീട് ഇങ്ങനെ വന്ന് മനുഷ്യനായി എന്നതിന് പരിണമിച്ചുണ്ടായതാണെന്നതിന് ഒരു തെളിവുമില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ വാദം. മനുഷ്യൻ പെട്ടെന്നാണ് പ്രത്യക്ഷപ്പെട്ടതെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾ ഓഫ് എ സഡൻ മാൻ വാസ് അപ്പിയേർഡ്, പെട്ടെന്നായിരുന്നു മനുഷ്യൻ്റെ പ്രത്യക്ഷത ഉണ്ടായത്. അപ്പം മിക്കവാറും ഇന്നുള്ള മനുഷ്യനെ പോലെ തന്നെയാണ് മനുഷ്യൻ പ്രത്യക്ഷനായത്. അല്ലാതെ മനുഷ്യന് രൂപാന്തരങ്ങൾ ഉണ്ടായ മനുഷ്യരല്ല നമ്മൾ. നമുക്കൊക്കെ നമ്മൾ എങ്ങനെയാണോ ജനിച്ച നമ്മൾ വളർന്ന് എങ്ങനെയായിരിക്കുന്നോ അതേപോലെ മനുഷ്യൻ്റെ അപ്പിയറൻസ്, ആദ്യമായിട്ടുള്ള അപ്പിയറൻസ് ലോകത്തിലുണ്ടായി എന്നാണ് അദ്ദേഹത്തിൻ്റെ വാദം.
ഇപ്പം ജന്തുലോകത്തെ സംബന്ധിച്ചിടത്തോളം സൃഷ്ടിവാദക്കാർക്ക് ഏറ്റവും നല്ല വാദഗതിയിൽ ഉള്ളതായിട്ട് കാണപ്പെടുന്നു എന്ന് അദ്ദേഹം പറയുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൃഷ്ടിവാദമാണ്, ക്രിയേഷനിസ്റ്റാണ് ഏറ്റവും ഉചിതമായിട്ടുള്ള വിശ്വസനീയമായിട്ടുള്ള കാര്യമെന്നാണ് ആ ശാസ്ത്രജ്ഞൻ്റെ കണ്ടെത്തൽ. അപ്പോൾ ജന്തുക്കളിലെ ഒരു വിഭാഗം മറ്റൊരു വിഭാഗത്തിൽ നിന്ന് പരിണമിച്ചുണ്ടായി എന്നതിന് യാതൊരു തെളിവുമില്ല. പട്ടി കുരങ്ങായെന്നോ കുരങ്ങ് മാനായെന്നോ മാൻ ആനയായെന്നോ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അതാണ് എൻ്റെ ചോദ്യം. ഇപ്പം ലോകമുണ്ടായിട്ട് ഇവർ ഈ പറയുന്ന പോലെ കോടാനുകോടി വർഷമായെന്ന് ഒന്നെ നമുക്ക് അങ്ങ് അംഗീകരിച്ചു കൊടുക്കാം. അപ്പം മനുഷ്യനുണ്ടായിട്ടും കുറേ വർഷങ്ങളുണ്ടായിരുന്ന ലക്ഷോപലക്ഷം വർഷങ്ങളുണ്ടായി എന്നുള്ളതും നമുക്ക് അംഗീകരിക്കാം. അപ്പോൾ അതിനു മുമ്പ് തന്നെ ജീവജാലങ്ങളൊക്കെ ഉണ്ടായല്ലോ. മനുഷ്യനാണല്ലോ അവസാനത്തെ പരിണാമത്തിലെ അവസാനത്തെ കണ്ണി. അപ്പോൾ അതിനു മുമ്പ് ഉണ്ടായിട്ടുള്ള ഈ ജീവജാലങ്ങളിൽ നിന്ന് ഇപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള പരിണാമങ്ങൾ നിങ്ങൾ ആരെങ്കിലും കാണുന്നുണ്ടോ? കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പേ ഉള്ളതാണ് ഇതൊക്കെ. അപ്പോൾ അതിന് രൂപാന്തരം ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കണമല്ലോ. അതോ അന്നോടുകൂടെ കഴിഞ്ഞോ? മനുഷ്യനുണ്ടായി കഴിഞ്ഞപ്പോഴത്തേക്ക് പരിണാമം എല്ലാം അങ്ങ് തീർന്നു. ഹലോ, ചോദിക്കുന്നത് മനസ്സിലാകുന്നുണ്ടോ? ചോദ്യം ഇതാണ്. നിങ്ങൾ പറയുന്നു കോടാനുകോടി വർഷം മുമ്പ് ഈ പ്രപഞ്ചം ഉണ്ടായി, സമ്മതിച്ചു. ഈ പ്രപഞ്ചത്തിൽ ഒരുപാട് ജീവജാലങ്ങൾ ഉണ്ടായി. അതിൽ നിന്ന് പരിണമിച്ച് മനുഷ്യനുണ്ടായെന്നേ സമ്മതിച്ചു. അപ്പം ഈ മനുഷ്യന് ഇപ്പം ഏത് തരത്തിലുള്ള പരിണാമമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്? അവനിനി എന്തായിട്ട് മാറും? അവനുണ്ടായിട്ട് കുറേ ലക്ഷോപലക്ഷം വർഷങ്ങളായല്ലോ. ഇനി അതും പോട്ടെ. ഇപ്പം നിങ്ങൾ ഈ ആദിമ ജീവജാലങ്ങളൊക്കെ അന്നുള്ള ജീവജാലങ്ങളൊക്കെ ഇപ്പോഴും കാണുമല്ലോ, അല്ലെങ്കിൽ അതിന് പരിണാമം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പല ജീവജാലങ്ങളും ഉണ്ടല്ലോ. അതിനകത്ത് ഏതെങ്കിലും നിങ്ങളുടെ വീട്ടിൽ വളർത്തുന്ന പൂച്ച പരിണമിച്ചിട്ട് കാളയായിട്ടുണ്ടോ സുഹൃത്തെ? വേണ്ട. നിങ്ങളുടെ വീട്ടിലുള്ള പോത്ത് പരിണമിച്ചിട്ട് ആനയായിട്ടുണ്ടോ? രണ്ടും ഒരുപോലെ രൂപത്തിലൊക്കെ ഇരിക്കുന്നതാണല്ലോ, ഉണ്ടോ? അപ്പം ഇതാരോടാണ് നിങ്ങൾ ഈ പറയുന്നത്? ഇത് പഠിപ്പിക്കാനായിട്ടാണ്, ഈ സൂഡോ സയൻസ് പഠിപ്പിക്കാനായിട്ടാണ് ഇവിടെ കുറേ കരിക്കുലം സെറ്റേഴ്സ്, പ്രത്യേകിച്ച് ഇടതുപക്ഷത്തിലുള്ള കുറേ സഖാക്കൾ ഒരുമ്പിട്ട് നടക്കുന്നത്. അതിന് വേണ്ടുന്ന എല്ലാ ഒത്താശയും ചെയ്തു കൊടുക്കാൻ ഇവിടുത്തെ സർക്കാരുകളും. ഇതൊക്കെ അധികകാലം നിൽക്കുകയല്ല. കാരണം ഇത് സൂഡോ സയൻസ് ആണെന്ന് ഇപ്പോൾ തെളിഞ്ഞു കഴിഞ്ഞു. ട്രംപ് അമ്മാവൻ്റെ വരവോടുകൂടെ സംഭവിക്കാൻ പോകുന്നത് ഈ സൂഡോ സയൻസ് എല്ലാം തന്നെ എടുത്ത് കളയും, യാതൊരു സംശയമില്ല. അത് അമേരിക്കയിൽ നിന്ന് എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇന്ത്യയിലേക്കും അധികം കഴിയാതെ ഇങ്ങോട്ടും വരും. അവർ പഠിപ്പിക്കുന്ന ശാസ്ത്രമൊക്കെ ശരിയാണെന്ന് മനസ്സിലായിക്കൊണ്ട്. അതുകൊണ്ട് ഈ സൂഡോ സയൻസിൻ്റെ വാക്താക്കളായിരിക്കുന്ന നിയോ ഏത്തിസ്റ്റിനോട്, നവനാസ്തികരോട് എനിക്ക് പറയാനുള്ള, എൻ്റെ കുഞ്ഞുങ്ങളെ, നിങ്ങൾ ഈ വിവരം ദോഷികളായിട്ടുള്ള അവന്മാർ പറയുന്നത് കേട്ടിട്ട് നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ പാഴാക്കരുത്. വളരെ കൃത്യമായ ജന്തുശാസ്ത്രത്തെക്കുറിച്ചൊക്കെ പഠിച്ചിട്ടുള്ള പഠിതാക്കൾ അവരുടെ ജീവിതത്തിൽ അവർ കൃത്യമായി പരീക്ഷണങ്ങൾ നടത്തി അവരുടെ ജീവിതം മുഴുവനും ലാബുകളിൽ അവരുടെ ജീവിതം മുഴുവനും ഈ പഠനത്തിന് വേണ്ടി സമയം ചെലവഴിച്ചിട്ട് അവർ കണ്ടെത്തിയിരിക്കുന്ന സത്യങ്ങളെ ലോകത്തോട് വിളിച്ചു പറയുമ്പോൾ അത് മനസ്സിലാക്കാനും അത് അംഗീകരിക്കാനുള്ളൊരു മനസ്സാണ് നിങ്ങൾക്ക് വേണ്ടത്. അല്ലാതെ ഇവിടെ ഈ നവനാസ്തികരുടെ ഗുരുജിയായിരിക്കുന്ന RC, അങ്ങേര് സയൻറ്റിസ്റ്റൊന്നും അല്ല കേട്ടോ. അങ്ങേര് കേവലം ഒരു ഇംഗ്ലീഷ് പ്രൊഫസറാണ്, ഇംഗ്ലീഷ് അധ്യാപകനാണ്. ഇംഗ്ലീഷ് പ്രൊഫസറാണെന്ന് വിളിക്കാൻ പറ്റുകയില്ല, കാരണം അദ്ദേഹത്തിൻ്റെ പേരിൽ എന്തൊക്കെയോ അതിന് തടസ്സങ്ങളൊക്കെ ഉണ്ടെന്ന് ഒരു ശ്രുതി കേൾക്കുന്നു. നേരെ നമുക്കറിഞ്ഞുകൂടാ, നമ്മൾ ഈ അഭ്യൂഹങ്ങളിലൊന്നും പറയുന്നതല്ല. അപ്പോൾ ഒരു കാര്യം നമ്മൾ ഓർത്തോണം, ഇങ്ങനെ ലിറ്ററേച്ചറൊക്കെ പഠിച്ച ആളുകളാണോ സയൻറ്റിസ്റ്റ്? ആണോ? അവരെന്ത് പുതിയ കണ്ടുപിടുത്തങ്ങളെ കണ്ടുപിടിച്ചിട്ടുള്ളത്? മറ്റാരാണ്ടോ എവിടെയൊക്കെ എഴുതി വെച്ചിരിക്കുന്ന സൂഡോ സയൻറ്റിസ്റ്റ് എഴുതി വെച്ചിരിക്കുന്നതൊക്കെ വായിച്ച് കേട്ടിട്ട് അതിങ്ങനെ പ്രചരിപ്പിക്കാൻ വേണ്ടി നടക്കുന്ന ഒരു പറ്റം നവനാസ്തികരുടെ പിന്നാലെ പോയി സത്യത്തെ നിങ്ങൾ ത്യജിക്കരുതേ എന്നാണ് എൻ്റെ കുഞ്ഞുങ്ങളോട് എനിക്ക് പറയാനായിട്ടുള്ളത്. അപ്പം ജന്തുക്കളിലെ ഓരോ വിഭാഗത്തിലുമുള്ള ജന്തുക്കൾ അവയിൽപ്പെട്ട വർഗങ്ങളോട് അടുത്ത ബന്ധമുള്ളവയാണ്. അതുകൊണ്ട് ഓരോ വിഭാഗവും പ്രത്യേകം സൃഷ്ടിക്കപ്പെട്ടതായിട്ട് തോന്നുന്നതും എന്ന് ശാസ്ത്രജ്ഞന്മാർ പറയുന്നു. അപ്പോൾ ശാസ്ത്ര പുരോഗതിക്കുള്ള ബ്രിട്ടീഷ് സംഘടനയുടെ ബ്രിട്ടീഷ് അസോസിയേഷൻ ഫോർ അഡ്വാൻസ്മെൻറ്റ് ഓഫ് സയൻസ്, അതിനകത്തെ സസ്യശാസ്ത്രത്തിൻ്റെ വിഭാഗത്തിൻ്റെ അധ്യക്ഷനായ പ്രൊഫസർ സർ ജെ ഡോയൽ ഇങ്ങനെ പറയുകയാണ്:
ഒരു അണുജീവിയുടെയെങ്കിലും പരിണാമത്തെ തെളിയിക്കുവാൻ നമുക്ക് കഴിയാത്തത് കൊണ്ട് 1000 ദശലക്ഷം വർഷങ്ങൾ കൊണ്ട് പ്രപഞ്ചം പരിണമിച്ചുണ്ടായി എന്നും പറയുന്നതും ബുദ്ധിപരമായ അഹങ്കാരമാണ്. ധാരാ പറഞ്ഞിരിക്കുന്നതെന്നറിയാമോ? ഇത് പറയുന്നത് പ്രൊഫസർ ജെ ഡോയൽ എന്ന് പറയുന്ന അദ്ദേഹം, പ്രൊഫസർ സർ ജെ ഡോയൽ, അദ്ദേഹം ബ്രിട്ടീഷ് അസോസിയേഷൻ ഫോർ അഡ്വാൻസ്മെൻറ്റ് ഓഫ് സയൻസിലെ അധ്യക്ഷനായിരുന്നു. ഹി വാസ് ദ ചെയർമാൻ ഫോർ ദ ബ്രിട്ടീഷ് അസോസിയേഷൻ ഫോർ അഡ്വാൻസ്മെൻറ്റ് ഓഫ് സയൻസ്. അദ്ദേഹമാണ് പറയുന്നത്. അപ്പോൾ ഇത് ഞാൻ നേരത്തെ വിവരിച്ച് പറഞ്ഞതുപോലെ ഒരു സാധനത്തിൽ നിന്ന്, ഒരു പുഴുവിൽ നിന്ന് ഈച്ച, ഈച്ചയിൽ നിന്ന് പൂച്ച, പൂച്ചയിൽ നിന്ന് മനുഷ്യൻ എന്നുള്ള ആ നിലവാരത്തിലേക്കൊക്കെ ചിന്തിക്കാൻ കഴിയുന്നത് വെറും മൗഢ്യമാണെന്നാണ് അവരുടെ വാദം. അപ്പോൾ ഡോക്ടർ D.R.C. തോംസൺ ഇങ്ങനെയാണ് ഈ കാര്യത്തെക്കുറിച്ച് വീണ്ടും പറയുന്നത്. പരിണാമത്തെപ്പറ്റിയും ജന്തുലോകത്തിൻ്റെ പരിണാമത്തെപ്പറ്റിയും കണ്ടെത്തി പഠിക്കുവാനുള്ള അനേക വർഷങ്ങളിലെ നമ്മുടെ പരിശ്രമങ്ങൾ നാം പ്രതീക്ഷിക്കാത്തതും നമ്മെ നിരാശരാക്കുന്നതുമായ ഫലങ്ങളാണ് നൽകിയത്. അപ്പോൾ അവരൊക്കെ എവല്യൂഷൻ എന്നുള്ള ഒരു ചിന്തയോടുകൂടെ ഇത് എല്ലാം തന്നെ ഉണ്ടായിരിക്കുന്നത് എവല്യൂഷൻ മുഖാന്തരമാണ്, പരിണാമത്തിൽ കൂടെയാണെന്ന് ചിന്തിച്ചുകൊണ്ട് ആ ഒരു കൺക്ലൂഷനിൽ നിന്നുകൊണ്ടാണ് അവർ പല ഹൈപ്പോത്തീസിസും കൊണ്ടുവന്നിട്ട് അതിനെ പഠിക്കാനായിട്ട് ശ്രമിച്ചിട്ടുള്ളത്. എന്നാൽ അവസാനം അവർ പറയുകയാണ്, അനേക വർഷങ്ങൾ നമ്മൾ ഇതിനുവേണ്ടി പരിശ്രമിച്ചു, പക്ഷേ നാം പ്രതീക്ഷിക്കാത്തതും നമ്മെ നിരാശരാക്കുന്നതുമായ ഫലങ്ങളാണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇഴജാതികളിൽ നിന്ന് പക്ഷികൾ എങ്ങനെ ഉണ്ടായി എന്നോ, നാൽക്കാലികളിൽ നിന്ന് സസ്തനജീവികൾ എങ്ങനെ ഉണ്ടായി എന്നോ, മത്സ്യങ്ങളിൽ നിന്ന് നാൽക്കാലികൾ എങ്ങനെ ഉണ്ടായി എന്നോ, നട്ടലില്ലാത്ത ജീവികളിൽ നിന്നും നട്ടലുള്ളവ എങ്ങനെ ഉണ്ടായി എന്നോ പരിണാമ പഠനം നമ്മെ പഠിപ്പിച്ചിട്ടില്ല. ക്ലിയർ ആകുന്നുണ്ടോ? ഇത് നമ്മളെ പഠിപ്പിച്ചിട്ടില്ല. അപ്പം നട്ടലില്ലാത്ത ജീവികളുടെ പരിണാമവും പ്രശ്നങ്ങളെ ഉളവാക്കുന്നു. അപ്പോൾ അതിനു മുമ്പ് പ്രോട്ടോസോവയുടെ ഒരു കൂട്ടം എങ്ങനെ ഉണ്ടായി എന്നോ പരിണമിച്ചു എന്നോ നമുക്ക് അറിഞ്ഞുകൂടെന്നും അവർ പറയുന്നു. അപ്പോൾ പരിണാമ ജന്തുശാസ്ത്രത്തിൻ്റെ സുപ്രധാന പ്രശ്നങ്ങളെ കണ്ട് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കാത്തത് ഒരു പരാജയമോ ആണോ? പരാജയമാണ്. അതെന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് എനിക്കറിഞ്ഞുകൂടാ എന്നാണ് അദ്ദേഹത്തിൻ്റെ വാദം. ഇനി ഏഴാമതായിട്ട്, ലോകത്തിൽ ജീവനുള്ള എല്ലാം ഒരേ ഒരു ആരംഭത്തിൽ നിന്നും ഉണ്ടായി എന്നും ആ ആദിമ ജീവൻ നിർജീവ വസ്തുക്കളിൽ നിന്നും ഉണ്ടായി എന്നും ഒരു സിദ്ധാന്തമുണ്ട്. മനസ്സിലാകുന്നില്ലേ? ഒരു അചേതന വസ്തുവിൽ നിന്ന് സചേതന വസ്തു, നിർജീവ വസ്തുവിൽ നിന്ന് ജീവനുള്ള വസ്തു ഉണ്ടായി. ഒരു പാറ, നിങ്ങൾ പറയുന്ന പോലെ ഇതെല്ലാം പരിണമിച്ച് ഒരു പാറയുണ്ടായി. അങ്ങ് വിശ്വസിക്കുക, നിങ്ങളങ്ങ് വിശ്വസിക്കാൻ ഞങ്ങൾക്ക് തയ്യാറായി. അപ്പോൾ ഈ പാറ കുറച്ച് കഴിഞ്ഞാൽ ഒരു ചിത്രശലഭമായിട്ട് പറക്കുന്നു. എങ്ങനെയുണ്ട് പോയി? ഇതാണ് നവനാസ്തികവാദം. എങ്ങനെയുണ്ട്? അപ്പോൾ ഇത് വിശ്വസിക്കണമെങ്കിൽ നിങ്ങളെ കൊണ്ടേ കഴിയുള്ളൂ. കാരണം നിങ്ങളുടെ തലച്ചോറ് എവിടെയോ ക്ഷതമേറ്റ് കിടക്കുകയാണ്. അപ്പോൾ ഇതിനെ പൊതുവായ പരിണാമവാദം എന്നാണ് അവർ വിളിക്കുന്നത്. അപ്പോൾ എന്നാൽ ഈ വാദത്തെ പിന്താങ്ങുന്ന തെളിവുകൾ വേണ്ടത്ര ശക്തിയുള്ളവയല്ലാത്തതിനാൽ പരിണാമവാദം ഒരു പഠനത്തിനുള്ള അനുമാനമായി പരിഗണിക്കുവാനേ കഴിയുള്ളൂ. വെറും കേവലം ഹൈപ്പോത്തറ്റിക്കലായിട്ട് മാത്രമേ അത് നിലനിൽക്കുള്ളൂ. അതിനകത്തൊരു പ്രൂവൺ തിയറി ഉണ്ടാക്കാൻ കഴിയുകയില്ല. മനസ്സിലായില്ലേ? ശാസ്ത്രീയമായിട്ടത് തെളിയിക്കാൻ കഴിയില്ല. ഇനി എട്ടാമത്തേത്, അറിയപ്പെടുന്ന ഒരു ശാസ്ത്രജ്ഞൻ മേൽ പറഞ്ഞ തരത്തിൽ, ഇപ്പം ഞാൻ പറഞ്ഞ തരത്തിലുള്ള രീതിയിലുള്ള ഒരു സംശയം പ്രകടിപ്പിക്കുമ്പോൾ പരിണാമവാദികളുടെ കൂട്ടത്തിൽ അതിനെ കോപത്തോടും ആക്രോശത്തോടും കൂടെ തള്ളിപ്പറയുന്നവരെ കാണാനും കഴിയും. പക്ഷേ ജോൺ ടി ബാനർ കെർക്യൂറിൻ്റെ പുസ്തക നിരൂപണം നടത്തിയപ്പോൾ അത് എങ്ങനെ എഴുതി? നമ്മെ അസ്വസ്ഥരാക്കുന്ന ഒരു സന്ദേശമടങ്ങിയ ഒരു ഗ്രന്ഥമാണ് അദ്ദേഹത്തിൻ്റെ പുസ്തകം. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ചില അപകടകരമായ വിള്ളലുകളെ അത് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമ്മെ അസ്വസ്ഥരാക്കുന്നതിൻ്റെ കാരണം പ്രധാനമായിട്ട് ഇതാണ്. ഈ കാര്യം വളരെ കാലമായി നമുക്കറിയാമായിരുന്നുവെങ്കിലും നാം അത് സമ്മതിച്ചില്ല. ഏത്? ഇങ്ങനെയൊന്നും സംഭവിക്കുകയില്ല. അജൈവ പദാർത്ഥങ്ങളിൽ നിന്ന് ജീവ പദാർത്ഥങ്ങൾ ഉണ്ടാകുകയില്ല എന്ന് അറിയാമായിരുന്നു. പക്ഷേ അത് അംഗീകരിക്കാൻ വലിയ പാടായിരുന്നു. കാരണം നമ്മുടെ RCA പോലുള്ള ഒരുപാട് ആളുകൾ കിടക്കുകയല്ലേ ഇതിങ്ങനെ കൊടുക്കാനായിട്ട്.
നേരത്തെ നമ്മൾ പറഞ്ഞ അവരുടെയൊക്കെ ദൈവമായിരിക്കുന്ന റിച്ചാർഡ് ഡോക്കിൻസിനെ പോലുള്ള ആളുകൾ എന്ത് പറഞ്ഞാലും അവർ പറയുന്നത്. എന്നിട്ട് അവസാനം നമ്മളൊരു ചോദ്യം ചോദിക്കും, ഐ ഡോണ്ട് നോ, അതിനെക്കുറിച്ച് അവർക്ക് അറിയത്തില്ല, അത് ചോദിക്കുകയും ചെയ്യരുത്, അതറിയത്തില്ല. അപ്പം ഇതാണ് ഇവരുടെ വാസ്തവത്തിലുള്ള നഗ്നമായ ചിത്രം. അപ്പം ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് മനുഷ്യൻ്റെ പ്രകൃതിയും വ്യത്യസ്ത ദിശകളിലേക്ക് യാത്ര ചെയ്യുന്നതിനാൽ അവയെ തമ്മിൽ പൊരുത്തപ്പെടുത്താൻ കഴിയാത്ത ഒരു സ്ഥിതിവിശേഷമാണ് ഉള്ളത്. നട്ടലില്ലാത്ത ജീവികളുടെ പരിണാമത്തിൻ്റെ ക്രമം എന്തായിരുന്നു എന്നതിനും നമുക്ക് വിശ്വസനീയമായ തെളിവുകൾ ഒന്നുമില്ല എന്നതാണ് ആ സത്യം. അപ്പം നട്ടലില്ലാത്ത ജീവികളിൽ ഏത് കൂട്ടത്തിൽ നിന്നുണ്ടായി എന്നോ ആദിമ പ്രാണി ഏത് വർഗത്തിൽ നിന്നുള്ള പരിണാമം ഒരിക്കലാണോ 2 പ്രാവശ്യമാണോ അതോ പല പ്രാവശ്യമായിട്ടാണോ സംഭവിച്ചതെന്നും നമുക്ക് തിട്ടമില്ല എന്നവർ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഏതൊരു പ്രസ്താവനയും അതിൻ്റെ മുഖവിലയ്ക്കെടുക്കാതെ അതിൻ്റെ തെളിവുകളെ പരിശോധിക്കണമെന്നാണ് നാം പല വർഷങ്ങളായി നമ്മുടെ കുട്ടികളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, വിദ്യാർത്ഥികളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ആ നല്ല ഉപദേശം പാലിക്കാൻ നമുക്ക് തന്നെ സാധിച്ചില്ല എന്ന കാര്യം നമ്മെ ഞെട്ടിപ്പിക്കുന്നു എന്നാണ് ശാസ്ത്രജ്ഞന്മാരുടെ വാദം. അപ്പോൾ ബ്രിട്ടീഷ് കാറ്റ് ബംഗ്ലാവിലെ മുതിർന്ന പാലിയന്റോളജിസ്റ്റ് ആയ കോളിൻ പാസ്റ്റേഴ്സൺ പറഞ്ഞത് പരിണാമ സിദ്ധാന്ത ചിന്തകൾ പരിജ്ഞാനത്തിനും വിരുദ്ധമാണെന്നാണ്. അപ്പോൾ അത് സത്യമാണോ മിഥ്യയാണോ? അപ്പോൾ ഇത്രയും നേരം പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായി കാണും, ഇവർ ഈ ഉയർത്തിക്കൊണ്ടുവരുന്ന സ്യൂഡോ സയൻസ് ഒന്നും തന്നെ നമുക്കാർക്കും അംഗീകരിക്കാൻ കഴിയുകയില്ല. എന്നാൽ നേരത്തെ ഞാൻ പറഞ്ഞ 19-ാം സങ്കീർത്തനത്തിൽ ആകാശം ദൈവത്തിൻ്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു, ഈ കാണുന്ന സകല പ്രപഞ്ചവും ഉണ്ടാകട്ടെന്ന് പറഞ്ഞപ്പോൾ ഉണ്ടാക്കിയവൻ ആ വാക്ക് ഇന്നും പലതിനെയും സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു. കാരണം ദൈവം സകലത്തിൻ്റെ സൃഷ്ടികർമ്മം നടത്തുവാൻ കഴിവുള്ളവനാണ്. അവൻ സൃഷ്ടിക്കപ്പെട്ട ദൈവമല്ല, അവനാണ് സകലത്തെ സൃഷ്ടിച്ചത്. ആ സൃഷ്ടികർത്താവാം ദൈവം നമ്മുടെ ദൈവമായി മാറുമ്പോൾ, നമ്മളെ സൃഷ്ടിച്ചവനാണെന്നുള്ള ഉത്തമ ബോധ്യത്തിലേക്ക് നാം എത്തിച്ചേരുമ്പോൾ വാസ്തവത്തിൽ നമ്മുടെ എല്ലാ സംശയങ്ങൾക്കും ദൂരീകരണം ഉണ്ടാകുകയും ശാസ്ത്രീയമായ സത്യങ്ങളെ കൂടുതലായിട്ട് ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് സാധിക്കുകയും ചെയ്യും. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് ഏവർക്കും ഇടയാക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ അടുത്ത സെഷനുമായിട്ട് കാണും വരെയും നന്ദി, നമസ്കാരം.